ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. റഷ്യയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ് ആ റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും പ്രതിപക്ഷ നേതാവുമായിരുന്ന അലക്സി നവൽനി ജയിലിൽ വെച്ച് മരിച്ചത് ഒരിനം വിഷത്തവളയുടെ വിഷമേറ്റാണെന്നും നവൽനിയെ റഷ്യ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ നടുക്കത്തിലാണ് ലോകം. ലാറ്റിൻ അമേരിക്കയുടെ വടക്കൻ മേഖലയിലെ കാടുകളിൽ കാണപ്പെടുന്ന എപ്പിപെഡോബാറ്റിസ് എന്ന ജനസിലുള്ള വിഷത്തവളകളുടെ ചർമ്മത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത എപ്പിബാറ്റിഡിൻ എന്ന വിഷം ഉപയോഗിച്ചാണ് നവൽനിയെ കൊലപ്പെടുത്തിയതെന്നും മൃതദേഹ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇത് വ്യക്തമായുമെന്നുമാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. വിഷം നൽകിയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ റഷ്യ അന്നും ഇന്നും എന്നും ആരോപണം നേരിടുന്നുണ്ട്. മാരകമായ വിഷം ഉള്ളിൽ ചെന്ന് റഷ്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി ജയിലിൽ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണം പലരും പ്രവചിച്ചിരുന്നു. ഒരു വിഷപ്രയോഗത്തിലൂടെ നവൽനി കൊല്ലപ്പെടുമെന്ന മുന്നറിയിപ്പ് പലരും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അത് ശരിവെക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ റഷ്യ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണമാണ് ഇപ്പോൾ റഷ്യക്കെതിരെ ഉയരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത വെളിപ്പെടുത്തലിലാണ് ഈ നിർണായക വിവരമുള്ളത്.